ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ ബിസിനസ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ പണമിടപാടുകൾ എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസിന്റെയും മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് തന്നെയാണല്ലോ. അപ്പൊ ആ ബിസിനസ്സിൽ വരുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാകുന്നത് എന്നറിയാൻ വേണ്ടി ആ ബിസിനസ്സിൽ വരുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻസും ഒരു ബുക്കിൽ പ്രത്യേക രീതിയിൽ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ രേഖപ്പെടുത്തുന്നതിനെ നമുക്ക് അക്കൗണ്ടിങ് എന്ന് വിളിക്കാം. ഒരു ബിസിനസ്സിൽ ഒരു ദിവസം തന്നെ പലവിധ ട്രാൻസാക്ഷൻസ് ഉണ്ടാകും. പല സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നും ബിസിനസ്സിന് ആവശ്യമായ പല സാധനങ്ങളും ക്യാഷിനോ കടത്തിനോ വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ക്യാഷിന് സാധനങ്ങൾ വിൽക്കുകയോ കടത്തിന് വിൽക്കുകയോ ചെയ്യേണ്ടിയും വരും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓർത്തു വെക്കുക എന്നത് ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ച് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ്സിനും അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിയാലോ. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഏതൊരു വ്യക്തിക്കും ആദ്യം ഓടിയെത്തുന്നത് അക്കൗണ്ടിംഗ് ഡെഫിനിഷൻ ആണ്. എന്താണ് അക്കൗണ്ടിംഗ് ഡെഫിനിഷൻ നോക്കിയാലോ. According to American Institute of Certified Public Accountants, accounting is the art of recording, classifying, and summarizing in a significant manner, and in terms of money, transactions, and events which are, in part, at least of financial character, and interpreting the results thereof. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിന്റെ നിർവചനം അനുസരിച്ച് എ ഐ സി പി എയുടെ നിർവചനം അനുസരിച്ച് അക്കൗണ്ടിങ് എന്നത് ഒരു കലയാണ്, ഒരു ആർട്ടാണ്. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. എവിടുത്തെ ബിസിനസ്സിലെ എല്ലാവിധ ട്രാൻസാക്ഷൻസും ഇവന്റ്സും ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ രേഖപ്പെടുത്തുകയും അവയെ ക്ലാസിഫൈ ചെയ്യുക, അതായത് തരംതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കലയെ പറയുന്ന പേരാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വിച്ച് ആർ അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഒരു ബിസിനസ്സിലെ എല്ലാവിധ സാമ്പത്തിക സ്വഭാവങ്ങളും ഉള്ള കാര്യങ്ങൾ, അതായത് ഒരു ബിസിനസ്സിലെ എല്ലാവിധ സാമ്പത്തിക സ്വഭാവമുള്ള കാര്യങ്ങൾ പണത്തിന്റെ രൂപത്തിൽ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഒരു സിഗ്നിഫിക്കന്റ് മാനറിൽ, ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ. കൂടാതെ ഇതിന്റെ റിസൾട്ടുകൾ അവർ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇന്റർപ്രറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്, ഇതിന്റെയൊക്കെ ഒരു ഫൈനൽ സ്റ്റേജ് ആണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ബിസിനസ്സിന് എത്രമാത്രം ലാഭം ഉണ്ടായി, നഷ്ടമുണ്ടായി, ബിസിനസ്സിന് എത്രത്തോളം അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ സ്റ്റേജ് ആണിത്. ഇതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഫൈനൽ അക്കൗണ്ട്സിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്സ്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇവയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ട് എന്താണ്, അക്കൗണ്ടന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ പണമിടപാടുകൾ എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ബിസിനസ്സിൽ വരുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻസും ഒരു ബുക്കിൽ പ്രത്യേക രീതിയിൽ രേഖപ്പെടുത്തുന്നു. ഇതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു ബിസിനസിന്റെ എല്ലാവിധ പണമിടപാടുകളും പ്രോഫിറ്റും ലോസും എല്ലാം എഴുതി സൂക്ഷിക്കുന്ന ഒരു ബുക്കിനെയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് വരവ് ചെലവ് കണക്ക് കോളം തിരിച്ച് രേഖപ്പെടുത്തുന്നു. ഇതിനെയാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ആരാണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. അക്കൗണ്ടിങ് എന്ന പ്രോസസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? അക്കൗണ്ടന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് അക്കൗണ്ടിങ്, അക്കൗണ്ടന്റ് തമ്മിലുള്ള ഡിഫറൻസ്.